80 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും ഇസ്ലാം മത വിശ്വാസത്തിൽപ്പെട്ടവരാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ കലാപത്തെ അടിച്ചമർത്താൻ കേരളത്തിൽ സാധിക്കില്ല. കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഒരു ചെറിയ സപ്പോർട്ടാണ് ഇവർക്ക്. അതോടൊപ്പം തന്നെ ഭരണപക്ഷം പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണവശാൽ നേപ്പാൾ പോലെ ഒരു കലഹം അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ പറയുന്ന ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും എല്ലാം അവരുടെ സ്ഥലങ്ങളെല്ലാം ഇവർ കബ്ജ ചെയ്യും എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കും. അതിൻ്റെ അകത്ത് കയറി കുടിൽ കെട്ടി താമസിക്കും. നിങ്ങൾക്ക് ഇറക്കിവിടാൻ സാധ്യമല്ല. അങ്ങനെ ഇറക്കിവിടാൻ കഴിയുമായിരുന്നെങ്കിൽ കളമശ്ശേരിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിനൊരു തീരുമാനമുണ്ടായിട്ടില്ല. നിങ്ങൾ ഓരോ കാര്യം മനസ്സിലാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തനം എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളം ഒരു ഇസ്ലാമിക് രാജ്യമാക്കുക എന്നുള്ളതാണ്. കേരളം ഇസ്ലാമിക് രാജ്യമാക്കുന്നതിലൂടെ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക് തീവ്രവാദം പ്രചരിപ്പിക്കാം. ഇസ്ലാമിക് തീവ്രവാദം കേരളത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിന്നുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് ഇസ്ലാമിക് തീവ്രവാദത്തെ എന്ത് ചെയ്യാം, വളർത്താം എന്നുള്ളൊരു വലിയ ഒരു ചിന്തയാണ് ഇവരുടെ മനസ്സിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.